വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി ആണ്. അങ്ങനെ ഞങ്ങളിതാ ഒത്തിരി കാത്തിരുന്ന് പാങ്കോങ്ങിലേക്ക് ഞങ്ങൾ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ടീം മെമ്പേഴ്സും കൂടി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇതുപോലെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ മാർഷൽ പുള്ളി. നല്ല എനർജറ്റിക് ആൻഡ് ലൈവ്ലി ആയിട്ടുള്ള ആളായിരുന്നു. ഈ ഒരു ടീമിൽ ഞങ്ങൾക്ക് ഭയങ്കര കണക്ഷൻ ഫീൽ ആയത് പുള്ളിയായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ പാങ്കോങ്ങിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഇനി ഞങ്ങളുടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എന്ത് രസമാണ് ഇവിടെ കാണാൻ. എനിക്ക് എന്താ പറയുക, അങ്ങനെ വർണ്ണിക്കാൻ അറിയില്ല, അത്രയ്ക്കും ഭംഗിയാണ്. നിങ്ങൾ നേരിട്ട് കണ്ടാലേ ഈ ഒരു ഭംഗി അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ഒരു നീല കളർ വെള്ളം, ആകാശം, മലകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഈ താഴെ കാണുന്നതാണ് കോട്ടേജസ്. ഇവിടെ ഹോട്ടൽ റൂം ഒന്നുമില്ല. ഇതുപോലെ കോട്ടേജസിലാണ് ഇവിടുത്തെ വിസിറ്റേഴ്സൊക്കെ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾക്കും ഇന്ന് ഇതുപോലത്തെ ഒരു കോട്ടേജിലാണ് സ്റ്റേ ഉള്ളത്. എന്തായാലും റൂം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളർ ചേഞ്ചിങ് വാട്ടർ തന്നെയാണ് കേട്ടോ. അതായത് ഗ്രീൻ കളർ, പിന്നെ ബ്ലൂ കളർ, റെഡ് കളർ ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ റെഡ് കളർ ഞങ്ങൾ കണ്ടിട്ടില്ല. ഗ്രീൻ കളറിൻ്റെ ഒരു ഷെയ്ഡും പിന്നെ ഒരു ബ്ലൂ കളറും, പിന്നെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്രേ കളറൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു സൺലൈറ്റും പിന്നെ വെതർ കണ്ടീഷൻ കാരണമാണ് ഈ വെള്ളം ചേഞ്ച് ആവുന്നതാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മഞ്ഞുമലകളാണ്. ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ഇന്ത്യ ചൈന ബോർഡറിലുള്ള ഒരു ലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം ഇന്ത്യക്കുള്ളതും കുറച്ച് ഭാഗം ചൈനയ്ക്കുള്ളതുമാണ്. എന്തായാലും നല്ല അടിപൊളിയാട്ടോ. നല്ല ക്ലീനാണ് ഈ ഒരു സ്ഥലം. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. വെള്ളമൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആട്ടോ. നമുക്ക് അതിൻ്റെ താഴെയുള്ള എന്താ പറയുക കല്ലുകൾ, പെബിൾസൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലീനായിട്ട് കാണാൻ പറ്റും. ഞാൻ വെള്ളത്തിൽ കളിക്കാൻ വന്നപ്പോൾ നല്ല തണുപ്പ് കേട്ടോ. അത്രയ്ക്ക് തണുപ്പുള്ളൊരു വെള്ളമാണ്. കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. നല്ല തണുപ്പാണ്. ഈ ഒരു സ്ഥലത്ത് നല്ല തണുപ്പുണ്ടെന്നാണ് കേട്ടത്. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാണെന്നാണ് കേട്ടത്. വിൻ്ററിലൊക്കെ ഈ വെള്ളം മൊത്തം ഫ്രീസ് ആവുമെന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 Idiots മൂവി, അതായത് അമീർ ഖാൻ്റെ 3 Idiots മൂവീൻ്റെ ഒരു ഷൂട്ടിംഗ് പോയിൻറ്റും കൂടിയാണ് പാങ്കോങ്ങിലേക്ക്. അപ്പോൾ ആ ഒരു മൂവിയിൽ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മൂവിയിൽ കരീന കപൂർ ഒരു യെല്ലോ കളർ ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ വരുന്നൊരു സീനുണ്ട്. അത് നമുക്ക് റിമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചില ആൾക്കാർ ആ ഒരു റെഡ് കളർ ലെഹങ്കയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുതിര, പിന്നെ അതുപോലെ യാക്കയൊക്കെ സവാരിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് അനിമൽസൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കാരണം ഈ അനിമൽസിലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു വെറൈറ്റി അല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇതിങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചൈന ഇന്ത്യ ബോർഡറിലായതുകൊണ്ട് ഇതുപോലെ നാഷണൽ ഫ്ലാഗ് ചില സ്ഥലത്തൊക്കെ ഉണ്ട്.